ഒന്നാമത്തെ കാര്യം ദൈവസ്നേഹമാണ്. അതാണ് ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റിലും കറക്റ്റാണ്. അതെന്താണ്? സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആനന്ദം, ആത്മസംയമനം, അതെല്ലാം ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്. ഇതിലാണിത് ഉടമ്പടി ഒരു സെക്ഷൻ, ഒരു സോഫ്റ്റ്വെയർ. അതാണ് ഉടമ്പടി ഫയർ ആകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ. പവേഡ് ബൈ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതനുസരിച്ച് നിങ്ങളുടെ മനസ്സും ജീവിതവും ടോൺ ചെയ്താൽ ഉടമ്പടി പെട്ടെന്ന് ഫയർ ആകും. കാര്യം ഇത് അതിലാണിത് പവർ ചെയ്തിരിക്കുന്നത്. ഇനി മരിയ സ്പിരിച്വാലിറ്റിയിൽ ഇത് ഫയർ ആകും പെട്ടെന്ന്. മരിയ സ്പിരിച്വാലിറ്റിയിലും തുടങ്ങണ ദൈവസ്നേഹത്തിൽ നിന്നാണ് തുടങ്ങണത്. ഇപ്പം ഞാനെന്താ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങൾക്ക് മിനിമം ദൈവസ്നേഹത്തിലാണ് ഈ സംഭവം ചെയ്യേണ്ടത്. ദൈവത്തെ സ്നേഹിക്കണം. അപ്പോൾ നമുക്ക് തോന്നും ദൈവത്തെ എല്ലാവരും അറിയിക്കണം, ദൈവത്തിനെ അറിയാൻ പാലാത്തവർ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം, അവർക്ക് സാക്ഷ്യപ്പെടുത്തണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, അങ്ങനെ സാക്ഷിയാകണം. ഇപ്പം ചില ആൾക്കാർ ഉടമ്പടി കത്താത്തത് എന്താണ്? അവർ ഇതിൻ്റെ അകത്ത് വന്ന് തന്നെ ശപിക്കപ്പെട്ടവരായി മാറുന്ന ആൾക്കാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ആത്മാവിനോട് വിവേചിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിലർ ഇതിൽ വന്ന് ശപിക്കപ്പെട്ടവരായി മാറുന്നുവെന്ന്. എന്താ കാര്യം? അവരിവിടെ വരുമ്പോൾ തന്നെ തീരുമാനിക്കും സാക്ഷ്യം പറയരുതെന്ന്. അതാണ് പ്രശ്നം. സാക്ഷ്യം പറയരുതെന്ന്. ഇപ്പം ചില കള്ളസാക്ഷികളില്ലേ, കള്ളസാക്ഷികൾ എന്തെല്ലാം പറഞ്ഞാൽ ഹെറോദോസില്ലേ, ഹെറോദോസ് എന്താ പറഞ്ഞത്? ഹെറോദോസിൻ്റെ മുമ്പിൽ അതായത് ഇതുപോലെ ഒരു കാര്യവും അവർ പറയരുത് അങ്ങോട്ട് തീരുമാനിക്കും. പറയരുത്, സാക്ഷ്യം പറയരുത്. പറഞ്ഞാൽ നാണക്കേടാണ്. മറ്റുള്ളവരറിയും, ഞങ്ങളുടെ നാട്ടുകാരറിയും, വീട്ടുകാരറിയും. അപ്പോൾ ഞങ്ങൾ പണ്ട് അങ്ങനെയാണെന്ന് അവർ ധരിക്കും, അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചിലാകും എന്ന് വിചാരിച്ചുകൊണ്ട് സാക്ഷ്യം പറയരുതെന്ന് ധരിച്ചുകൊണ്ട് തന്നെ തീരുമാനിച്ചുകൊണ്ട് അകത്ത് കയറും. മിക്കവാറും അവിടെ ആത്മാവിന് വരെ പ്രശ്നമായിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. കാര്യം നിങ്ങൾ എവിടെയാണ് വന്നത് നിങ്ങൾക്കൊരു പിടിയുമില്ല. വയറ്റിപ്പഴപ്പിന് വേണ്ടി വന്നതാണ്, പക്ഷേ ദൈവത്തിന് ആദ്യം ഒതുക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ദൈവത്തിനിട്ട് ആദ്യം തന്നെ പണിയാവെന്നും പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതല്ലേ? അതാണ് പ്രശ്നം. സാക്ഷ്യം പറയരുത്. ദൈവത്തെ മരിയ സ്പിരിച്വാലിറ്റിയുടെ എന്താണ് ഇത്? പവേഡ് ബൈ മരിയൻ കവനൻ, പവേഡ് ബൈ മരിയ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ മരിയ സ്പിരിച്വാലിറ്റിയുടെ ആദ്യത്തെ ഘടകം എന്താണ്? ലുക്ക 1:46 അമ്മയുടെ സ്വസ്ത്രഗീതമാണ്. വായിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലുക്ക 1:46. അതായത് നമ്മളിപ്പോൾ എന്താ പറയണത്? മരിയൻ കവനൻ്റെ പവേഡ് ബൈ മരിയ സ്പിരിച്വാലിറ്റി. മരിയ സ്പിരിച്വാലിറ്റിയുടെ ഒന്നാമത്തെ ഘടകം മരിയൻ ആത്മീയതയുടെ ഒന്നാമത്തെ ഘടകം എന്താണ്? സ്വസ്ത്രഗീതത്തിൻ്റെ ഒന്നാമത്തെ വാക്കാണ് ലുക്ക 1:46. റീഡ് ഇറ്റ്. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഒന്ന് പറഞ്ഞേ, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ സംഭവം. സ്നേഹം, ആനന്ദം. ഞാൻ പറഞ്ഞില്ലേ, മരിയൻ കവനന്റ് പവേഡ് ബൈ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞില്ലേ. മരിയൻ കവനന്റ് ഫയർ ആകുന്നത് ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്. അത് ഗലാത്യർ 5:22. അതിനകത്ത് എന്താ? ഒന്നാമത്തത് സ്നേഹം, രണ്ടാമത്തത് എന്താണ്? ആനന്ദം. അത് തന്നെയല്ലേ ഇത്? അത് തന്നെയല്ലേ മരിയ സ്പിരിച്വാലിറ്റി വരണത്, മരിയ സ്വസ്ത്രഗീതത്തിൽ വരണത്. മരിയ സ്വസ്ത്രഗീതത്തിൽ എന്താ? ഒന്നാമത്തെ എന്താണ്? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പിന്നെന്താണ്? എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. അപ്പോൾ സ്നേഹവുമായി ആനന്ദവുമായി രണ്ടും സെയിമാണ്. കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അമ്മ മരിയ സ്വസ്ത്രഗീതം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടാണ് അമ്മ ഇത് പറയണത്. പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് അമ്മ മറിയത്തിൻ്റെ സ്വസ്ത്രഗീതം പറയണത്. അപ്പം അമ്മ പറയണതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിട്ട് വരും. ഒന്നാമത്തെ ഫലം എന്താണ്? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അപ്പോഴും നിങ്ങളിവിടെ ചവിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം തീരുമാനിക്കുന്നത് എന്താണ്? എന്നെക്കൊണ്ട് കർത്താവിന് ഞാൻ മഹത്വപ്പെടുത്തും. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് നിങ്ങളെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു ഒരാൾ വോട്ട് ചെയ്യണില്ലെന്ന് വിചാരിച്ചോ, അതെന്താവും? അസാധുവാകും. വോട്ട് ചെയ്യണില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് മഹത്വപ്പെടുത്താതിരുന്നാൽ അതിന് എതിർ പാർട്ടിക്ക് ആ വോട്ട് വരും. പിടികിട്ടിയോ? നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റത്തില്ല, എൻ്റെ നാട്ടുകാരറിയും, വീട്ടുകാരറിയും, മക്കളറിയും, എന്നെ കളിയാക്കുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ ഉൾവരികയാണെങ്കിൽ, നിങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുകയെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ വോട്ട് ആർക്ക് കിട്ടി? മഹത്വം ആർക്ക് കിട്ടും? മഹത്വം അസാധുവാകത്തില്ല, മഹത്വം പിശാചിന് കിട്ടും. അതാണ് വിഷയം. അത് നിങ്ങൾ മനസ്സിലാക്കണം.
ദൈവത്തെ മഹത്വപ്പെടുന്ന പോരായ്മയെ കരുതിയതിനാൽ പിന്നെന്താ പറ്റണത്? ആത്മവികാരങ്ങൾ ഏൽപ്പിക്കുക, പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നു. അതല്ലല്ലോ റോമ 1:9-29 വായിച്ച് സ്തുതിക്കട്ടെ. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി തങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു എന്ന് അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതിയാൽ ഉള്ള കുഴപ്പം എന്താണ്? അധമ വികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. പിന്നെ ദൈവത്തിൻ്റെ അടുത്ത് ഒരു കിട്ടുന്നില്ലെങ്കിൽ ഈ സാധനത്തെ വിട്ടുകൊടുക്കും. അത് പണ്ടുപോലെയുള്ള പരിപാടിയാണത്. വെറുതെ വന്നെന്തിനാ പണി മേടിക്കണത്? അതിനെ ഞാൻ ചോദിക്കണത്. ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സിലൊക്കെ പറയും, ആലപ്പുഴ വന്ന് പണി മേടിക്കരുത് കേട്ടോ, വീട്ടിലിരിക്കാൻ പറ്റില്ല ചോദിക്കും. ഉള്ള വണ്ടിക്കാഴ്ചകളിൽ ലാഭമാണല്ലോ എന്ന് ഞാൻ പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ സത്യദൈവത്തെ കാണും. ചുമ്മാ കണ്ടെന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ സിനിമ കണ്ടടിച്ചും തിട്ടിക്കരിങ്കിൽ ഇറങ്ങിപ്പോണ പോലെ ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. നിങ്ങൾ കണ്ടെങ്കിൽ കണ്ടത് സാക്ഷ്യം വഹിക്കണം. കണ്ടത് എന്തിനു വേണ്ടിയാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഞങ്ങൾ കണ്ടത് ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒന്നേ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ആരാധന 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 അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് ആരാധന. വായിച്ചോളൂ. 1 യോഹന്നാൻ 1:2. 1 യോഹന്നാൻ 1:2. ആദ്യം മുതലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും. പറഞ്ഞേ. ആദ്യം മുതലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങൾ അത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. കൈയടിച്ച് കർത്താവേ ഹല്ലേലൂയ 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 ആരാധന 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 അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമദൈവകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. 1 യോഹന്നാൻ 1:2 എന്താണ്? ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, ഞങ്ങളതിന് സാക്ഷികളാണ്. കാണുന്നവരെന്തിനുള്ളതാണ്? സാക്ഷികളാകാനുള്ളതാണ്. മനസ്സിലായില്ലേ? കാണുന്നത് അടയാളം കണ്ടാൽ സ്വാഭാവികമായിട്ടും ഇമ്മീഡിയറ്റ് സംഭവം എന്താണ്? സാക്ഷികളാണ്. അപ്പം സാക്ഷികളാകാൻ അതുകൊണ്ടാണ് ഞങ്ങൾ സാക്ഷ്യപത്രം ഇറക്കിയിരിക്കുന്നത്. സാക്ഷ്യപത്രം നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇപ്പോൾ ഇന്നലെ ഒരു കുട്ടി വന്ന് എന്നോട് ചോദിച്ചു, അച്ഛാ 4 അവർ ബാംഗ്ലൂർകാരത്തിയാണ്. അവർ പറഞ്ഞ് 4 കൺട്രി ഉണ്ട്. UK ഉണ്ട്, കാനഡയുണ്ട്, പിന്നെ ഒരു 2-3 കൺട്രി അവർ പറഞ്ഞു, ഓസ്ട്രേലിയ ഒക്കെ. ഞാൻ ഇവിടെ പോകണം വെച്ചാന്ന് പറഞ്ഞു. അപ്പം 4 കൺട്രി ഉണ്ട്, ഇവിടെ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നീ സാക്ഷ്യം പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പോൾ സാക്ഷ്യം പറഞ്ഞോ എന്ന് പറഞ്ഞു. ഉടനെ അവൾ പേപ്പർ എടുത്ത് കാണിച്ചു. അവിടെ നീല ഉടമ്പടിയിലാണ് സാക്ഷ്യമുണ്ട്. സാക്ഷ്യം പറഞ്ഞ പേപ്പർ കയ്യിലുണ്ട്. പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അവളോട്. ഉടനെ സമയം ഇവിടെ 40 പേര് നിൽപ്പുണ്ടായിരുന്നു. ആ 40 പേര് നിർത്തിക്കൊണ്ട് ഞാൻ അവൾക്ക് മെസ്സേജ് എടുത്ത് കൊടുത്തു. 1 2 കാര്യം അവളുടെ സാക്ഷ്യം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ഉടമ്പടി ദൈവം അംഗീകരിച്ചു എന്നുള്ളതാണ്. ദൈവം അംഗീകരിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ രൂപതയുടെ ചില അധികാരികൾ വന്ന് എന്നോട് ഒത്തിരിയേറെ കാര്യങ്ങൾ അവരിതിനെക്കുറിച്ച് പറയുകയും അഭിമന്യ പിതാവ് വളരെ സ്നേഹത്തോടെയും വളരെ വാത്സല്യത്തോടെയാണ് കൃപാസനത്തെ നോക്കിക്കാണുന്നതും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആവശ്യമായ എല്ലാ സഹായവും രൂപതയും ചെയ്തു തരുന്നുണ്ട്. അപ്പം അതിനകത്ത് വന്ന തീവ്രത കമ്മീഷൻ മാതാവിൻ്റെ പ്രത്യക്ഷയോട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളൊരു കമ്മീഷനാണ്. രൂപതയിൽ നിലനിൽക്കുന്ന മറ്റ് വിഷയങ്ങൾക്ക് ഉള്ളൊരു കമ്മീഷൻ. അപ്പോൾ കമ്മീഷൻ്റെ ഒരു അച്ഛൻ എന്നോട് ചോദിച്ചു, ബാക്കി ആ അച്ഛൻ വളരെ നല്ല സൗമ്യനായൊരു മനുഷ്യനും വളരെ നല്ല നിലവാരമുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ച് ഇത് പ്രെയർ നീഡ് ബേസ് അല്ലേ? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയല്ലേ ഈ പ്രെയർ പോണത്.
അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ, എത്ര കാലം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞാൽ എ റാഷണൽ ക്വസ്റ്റ്യൻ, ബുദ്ധിപരമായ ക്വസ്റ്റ്യനാണ്, നീഡ് ബേസ്ഡ്. അപ്പം ഞാൻ പറഞ്ഞു വി ആർ ഫോളോയിങ് അപ്പോസ്റ്റലിക് ചേർച്ച് ആൻഡ് സ്പിരിച്വാലിറ്റി. പോസിറ്റീവ് സ്പിരിച്വാലിറ്റിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഒരു ഘടകം എന്താണ്? 16:20 കർത്താവ് അവരോടുകൂടെ സഹകരിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതാണ് ഞാൻ ആ അച്ഛനോട് പറഞ്ഞത്. അതിപ്പം നിങ്ങളോടും പറയുന്നു. ഉടമ്പടി അടയാളങ്ങളുടെ പ്രാർത്ഥനയാണ്. കർത്താവ് നിങ്ങളുടെ ഉടമ്പടി അംഗീകരിക്കുന്നത് നിങ്ങൾക്ക് അടയാളം കിട്ടിക്കഴിയുമ്പോഴാണ്. അത് നിങ്ങൾക്ക് അനുഭവവേദ്യമാകണതും അനുഭവിക്കാൻ യോഗ്യമുണ്ടാകണതും നിങ്ങൾ സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിയുമ്പോഴാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ സഭയിൽ തന്നെ ഒരു കാലം കഴിഞ്ഞപ്പോൾ ആശ്രമ സ്പിരിച്വാലിറ്റി ശക്തി പ്രാപിച്ചായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ നോൻപ് കാലത്ത് പറയുന്നത്. എന്താണ്? മിതഭോജനം. കൊതിക്ക് മിതഭോജനം എന്നല്ലേ പറയണത്. അപ്പോൾ അത് ആശ്രമ സ്പിരിച്വാലിറ്റി എന്ന് വന്നത് സംഭവമാണ്. കൊതിക്ക് എങ്ങനെ മിതഭോജനം ഉണ്ടാണ്? കൊതി എന്തുമാത്രം ആൾക്കാർക്ക്, ഭക്ഷണത്തിന് മാത്രം ആൾക്കാർക്ക് കൊതിയുള്ള, അതൊക്കെ എന്തോ പറഞ്ഞ് കാലഹരണപ്പെട്ടതാണ്. മനുഷ്യന് ഇപ്പോൾ കാറിനും വീടിനും അല്ലേ കൊതി അല്ലേ? എത്രയോ വീടാണ് കുഴിമാടം പോലെ കിടക്കണം. ആരും നാട്ടിലില്ലല്ല. ബംഗാളികളെ ഏൽപ്പിച്ചിട്ട് വീട്ടിൽ പോയി അവർ പോയിരിക്കുകയല്ലേ. എന്തിനാണ് ആ വീട് വെച്ചത് അവർ? ആ വീട് വെച്ച കാലത്ത് അവിടെ ജീവിച്ചിരിക്കുന്ന കാലങ്ങൾ ആ അയൽവാസികളുടെ ഇടയിൽ ഒരു വില ഉണ്ടാകാനാണ്. ഈ മക്കളെയൊക്കെ നിങ്ങൾ പറഞ്ഞ എല്ലാവരും യൂറോപ്പിൽ വിടുന്നത് എന്താണ്? ഫസ്റ്റ് സംഭവം വീട് വെക്കാൻ തന്നെയല്ലേ? അതാണ് സംഭവം. കുറച്ച് കടം മാറാനും പിന്നെ അടുത്ത പരിപാടി എന്താണ്? വീട് വെപ്പ്. വേറെ കാര്യമൊന്നുമില്ല. പിന്നെ വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? കാർ മേടിക്കൽ. ഇതിൻ്റെ അകത്ത് മലയാളിക്ക് വേറെ സ്വപ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു മിനിമം സ്വപ്നത്തിലായി സാധനം വർക്കൗട്ട് ചെയ്ത് പോണത്. അപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പെട്ടെന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്ന കാരണം നാളെ കാലങ്ങളിൽ ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് കാരണം ആരുമില്ല. അപ്പനും അമ്മയും വീട് വെച്ച് അപ്പനും അമ്മയും ഉൾപ്പെടെ ഈ രാജ്യത്തില്ല. അതെല്ലാം വെറുതെ കിടക്കുകയാണ്. എന്നിട്ട് എല്ലാവരും ഒരു ക്യാമറ കണ്ടുപിടിച്ച കാരണം വലിയ അനുഗ്രഹമാണ്. 9 മീറ്ററും മതിലും കെട്ടി ക്യാമറയും വെച്ചിരിക്കുകയല്ലേ. അതിൻ്റെ അകത്ത് പൂച്ച കയറിയാലും അവർ അമേരിക്ക ആയിരുന്നു, കാനഡ ആയിരുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പൂച്ച കയറിയത് നമ്മൾ അവിടെ ഇരിക്കും. അല്ല, ഈ പൂച്ച ഇവിടുന്ന് വന്നാണെന്നൊക്കെ ചോദിച്ചാൽ ഇംഗ്ലീഷ് ചോദിച്ചുകൊണ്ടിരിക്കും. മലയാളത്തിൽ വീട് വെച്ചിട്ട് ഇംഗ്ലീഷിൽ പൂച്ച വന്ന കാര്യം ചോദിച്ചു. വല്ല കഥയുണ്ടാ? ഇങ്ങനെ പൊട്ടന്മാരുടെ ഒരു ലോകമായിട്ട് ഇങ്ങനെ മാറുകയാണ് ഇൻവെസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. ഇത്രയും ഇപ്പോൾ 50 ലക്ഷത്തിനൊക്കെ ലോൺ എടുത്തിട്ടാണ് ഈ സംഭവം ചെയ്യണതേ. ഇപ്പോൾ ഈ ആൾക്കാർ ജപ്തിയാണെന്നൊക്കെ പറഞ്ഞ് വരുന്നില്ലേ. ഇപ്പം ചിലരോട് എനിക്ക് സംശയം തോന്നും, ഈ ജപ്തി എങ്ങനെ വന്നതാണ്? എന്തിന് മേടിച്ചതാണ്? ഇത് വീട് വെക്കാൻ മേടിച്ചതാണ്. എത്ര ലക്ഷം എടുത്ത്? 50 ലക്ഷം എടുത്ത്. 50 ലക്ഷത്തിൽ എന്ത് സംഭവിച്ച്? 50 ലക്ഷത്തിന് എടുത്തിട്ട് പിന്നെ എന്ത് കടം വന്നത്? അത് അപ്പോഴ് ഭർത്താവിനും മകനും ജോലി ഉണ്ടായിരുന്നു. പിന്നെയാണ് കൊറോണ വന്നത്. അപ്പോൾ ജോലി പോയി, അപ്പോൾ കടമായി. ഇപ്പം അത് വിൽക്കാൻ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾ അർത്ഥമ വികാരങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുന്ന സാധനമില്ലേ, അതാണ് ഈ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പരിശുദ്ധാത്മാവ് മിനിമം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കൊണ്ട് ദൈവം ആ സംഭവം ചെയ്യിക്കത്തില്ല. എന്താ കാര്യം? ദൈവത്തിനറിയാൻ കൊറോണ വരുമെന്നും ലോകം മുഴുവൻ അടച്ചിടുമെന്നും നിങ്ങൾക്കറിയത്തില്ലല്ല. ഇതുകൊണ്ടാണ് ദൈവത്തെ കക്ഷി ഇറക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നതോടല്ല. ഈ 50 ലക്ഷത്തിന് വീട് വാങ്ങിച്ചിട്ട് ഇപ്പോൾ 80 ലക്ഷം പലിശ ഉൾപ്പെടെ ആക്കിയിരിക്കുന്ന ആൾക്കാരെ വീട് വെച്ചപ്പോൾ തന്നെ ദൈവത്തിന് അറിയാമായിരുന്നു കൊറോണ വരുമെന്ന്. ഇവർക്കറിയാൻ പാടില്ലായിരുന്നു കൊറോണ വരുമെന്ന്. അതുകൊണ്ട് അവരെന്നാ ചെയ്ത് വലിയ പലിശക്ക് വീട് വെച്ചിരിക്കുകയാണ്. ഇപ്പം വീട് പലിശ കൂടി വീട് ഇവരെ വിഴുങ്ങുന്ന ഒരു അവസ്ഥയിലായി. അതെന്താ പ്രശ്നം? പണ്ട് വീട്ടിലാണ് നമ്മൾ കിടന്നത്. ഇപ്പോൾ വീടിപ്പം നമ്മുടെ പുറത്ത് കിടക്കുക. ഇത് ഭൂമി കുലുക്കാൻ വരുമ്പോൾ വീട് നമ്മുടെ പുറത്ത് കിടക്കത്തില്ലേ? ഭൂമി കുലുക്കാൻ വരുമ്പോൾ വീട് ഇപ്പോൾ തുർക്കിയിൽ എത്രയോ ആൾക്കാരുടെ മെത്താൻ വീട് കിടക്കണത്. അതുപോലെ തന്നെയാണ് ഈ മലയാളത്തിലും കിടക്കണത്. ഒത്തിരി പേരുടെ പുറത്ത് വീട് കിടക്കുകയാണ്. ലോൺ എടുത്തതാണേ. ഇതാണ് റോമ 1:28. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതി. ദൈവത്തെ ഭയപ്പെട്ടില്ല. അയൽവാസിയുടെ മുമ്പിൽ ആൾ കളിക്കാൻ ചെയ്ത പരിപാടിയാണ്. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമല്ലോ, ഈ വീടെല്ലാം വെപ്പിച്ചിരിക്കുന്നത് ആരാ? ഒന്നെങ്കിൽ മൂത്ത മകൻ അല്ലെങ്കിൽ ഇളയ മകൻ ആണ് വീട് വെപ്പിച്ചിരിക്കുന്നത്. ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പപ്പുനെപ്പോലെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവനും കൂടെ പോയി എവിടെയെങ്കിലും പോയി. ഇന്നൊരു സാക്ഷ്യം ഞാൻ കേട്ടു. ഒരു വീട് വെക്കാൻ നിവൃത്തിയില്ല. അപ്പം തന്നെ മകൻ വന്ന്, അമ്മേ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്ന്. എന്താണ്? ഞാൻ ലോൺ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ലോൺ ശരിയാക്കണമെന്ന് പറയുമ്പോൾ
ഇനി അവൻ്റെ പേരിൽ ആ വസ്തു, ഈ അമ്മ പൊട്ടിയല്ല, അവൻ്റെ പേരിൽ വസ്തു എഴുതി കൊടുക്കണമേ. അതാണ് വിഷയമേ. ലോൺ ശരിയാക്കിയെന്ന് പറയുമ്പോൾ അവൻ ശരിയാക്കിയെന്നല്ല പറയേണ്ടത്, അവരെയല്ല ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കണത്. എവിടുത്തെ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ പലിശ മേടിക്കുന്ന ചിട്ടി കമ്പനിയിൽ നിന്ന് ലോൺ ശരിയാക്കിയെന്നാണ് പറയണത്. അപ്പം അമ്മ വിചാരിക്കും നല്ല കാര്യം, ലോൺ ശരിയാക്കിയല്ല. അപ്പോൾ ഈ ലോൺ ശരിയാക്കുമ്പോൾ ഈ ചിട്ടിക്കമ്പനിയുടെ പേരൊന്നും പറയണില്ല, അവരോട് കേസ് കൊടുക്കും എനിക്കെതിരെ. ചിട്ടിക്കമ്പനിയിൽ നിന്ന് ലോൺ ശരിയാക്കിയെന്ന് പറയുമ്പോൾ തന്നെ ഇനി ന്യൂട്രലായിട്ട് അടുത്ത സെക്ഷൻ എന്താണ്, ഇവൻ്റെ പേരിൽ വീട് സ്ഥലം എഴുതി കൊടുക്കണം. എഴുതി കൊടുക്കാൻ കുഴപ്പമില്ല. അധമ വികാരം എന്നെ കണ്ടില്ലേ, വേറെ 3-4 പേരുണ്ടേ. ചേച്ചിനെ ആ കെട്ടിച്ചൂടെ മക്കൾക്ക് പച്ചത് കൊടുത്തിട്ടില്ല, കെട്ടിച്ചൂടെ മക്കളെ സ്വലാം പറഞ്ഞു വിട്ടിരിക്കുകയാണ്, അവർക്കൊന്നും കൊടുത്തിട്ടില്ല. അവർക്ക് അപ്പനും അമ്മയും ഇന്നലെ നാളെ ഇത് വിറ്റ് കൊടുക്കുമെന്ന് ഇവനെ അറിയാം. അതുകൊണ്ടാണ് ഇവൻ ലോൺ ശരിയാക്കിയത്. ഇവൻ ശരിയാക്കിയത് ലോണല്ല, കെട്ടിച്ചൂട്ട പെങ്ങന്മാരാണ് ശരിയാക്കിയിരിക്കുന്നത്. അത് ഈ പാവപ്പെട്ട അമ്മക്കറിയാമോ? ഇതാണ് കളി, അധമ വികാരം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ സഹോദരങ്ങളെ ചതിച്ചത് കൊണ്ട്, ഇപ്പം സഹോദരങ്ങളെ ഓർത്തിട്ടൊരു പെണ്ണിനെ, ഒരു സഹോദരിയെ ദൈവം രക്ഷിച്ചു കണ്ടില്ലേ, ഇത് സഹോദരങ്ങളെ ചതിക്കുകയാണ് ചെയ്യണത്. സഹോദരനെ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഉടായ്പകളെ കണ്ടുപിടിച്ചിട്ട് ന്യൂട്രലായിട്ട് അപ്പനെയും അമ്മയും, ബുദ്ധിയില്ലാത്ത അപ്പനെയും അമ്മയും അകപ്പെടുത്തിയിട്ട് ഇവൻ വസ്തു സ്വന്തമാക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചിന്തിക്കേണ്ട വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഇളയ മകനോ മൂത്ത മകനോ ഇത്രയും ഈ വസ്തുവിൻ്റെ മേൽ ഇത്രയും വലിയ ഹ്യൂജ് ലോൺ എടുക്കണത്? എന്തിനാണ്? അവന് കല്യാണം കഴിക്കാനാണ്, വേറെ ഉദ്ദേശമൊന്നുമില്ല. 3 നിലയൊക്കെയാണ് വെച്ചിരിക്കണത്. ഇപ്പം നമ്മുടെ അംബാനിയുടെയൊക്കെ വീട് പോലെ ചില വീടുകളിലൊക്കെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിരിക്കണത്. എങ്ങനെ ഇവിടുന്ന് പോകുമല്ല. അപ്പോൾ ഇവിടെ വിമാനത്താവളം നെടുമ്പാശ്ശേരി ഇറങ്ങുന്നതിന് പകരം ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ തന്നെ വന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും വീട് വെച്ചിരിക്കണത്. അത്രയും കരുതിക്കൂട്ടി അധമവികാരം തന്നെ ഓരോ കണ്ടില്ലേ. റോമ 10:9 ചില വീടിൻ്റെ മുകളിൽ സ്വിമ്മിംഗ് പൂളായിരിക്കണത്. ഇതാര് വെപ്പിച്ചതാ? ആ മൂത്ത മകനോ ഇളയ മകനോ? എന്താ അവൻ്റെ പ്രശ്നം? കല്യാണം കഴിക്കണം. അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളുള്ള വീട് കാണിച്ചിട്ട് കല്യാണം കഴിക്കാൻ പോണ പെണ്ണിടയ്ക്കുന്ന സ്ത്രീധനം അടിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണിത്. അതാണ് പ്രശ്നം. അതുകൊണ്ട് അതായത് ഇങ്ങനെയുള്ള ലോകാരൂപികളിലാണ് ഈ ഉദ്ദേശമെങ്കിൽ ഈ വെള്ളം വാങ്ങി വെക്കേണ്ടി വരും. കാര്യം ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. എന്താണ്? എന്തരൂപിയാണ് നിങ്ങളെ നയിക്കണത്? കണ്ടവൻ്റെ പെമ്മക്കളുടെ സ്ത്രീധന പെമ്മക്കളുടെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് സ്ത്രീധനം അടിക്കാൻ വേണ്ടി നീ നിൻ്റെ വീട് സ്വന്തം പേര് എഴുതി മേടിച്ചിട്ട് വലിയ പലിശക്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒന്നുറങ്ങിയാൽ നേരം വിളിക്കത്തില്ല. അതാണ് പ്രശ്നം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് വചനം പറയണത് എന്താണ്? ദൈവത്തെ മറന്ന് ഒന്നും ചെയ്യരുത്. അങ്ങനെ ഒരു പാട്ടില്ലേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ദൈവത്തെ മറന്ന് കുഞ്ഞെ ജീവിക്കരുത്. ലൂക്ക 9:54 പറയുന്ന പോലെ അരൂപി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ അത് അസാധുവായി പോകത്തില്ല. മറിച്ച് എന്താണ്? അത് ദുഷ്ടാരൂപിയാൽ നയിക്കപ്പെടും. അപ്പോൾ എന്നാ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത ജപ്തിയും വല്ലാത്ത കടങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ജപ്തിക്കാരും അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല. ചില ജപ്തിക്കാരെങ്കിലും അവരുടെ കുഴികൾ അവർക്ക് വേണ്ടി കുഴിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടാൻ, ലോകാരൂപിയാൽ നയിക്കപ്പെടാതിരിക്കാൻ ഞങ്ങളെ പ്രത്യേകം പരിപാലിക്കണമേ. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? മരിയൻ കവനൻറ്റ് പവേഡ് ബൈ മരിയൻ സ്പിരിച്വാലിറ്റി. അതാണ് സബ്ജക്റ്റ്. മരിയൻ കവനൻറ്റ് ഫയറാകണത്, മരിയൻ ഉടമ്പടി ഫയറാകുന്നത് മരിയൻ സ്പിരിച്വാലിറ്റി അനുസരിച്ചാണ്. മരിയൻ സ്പിരിച്വാലിറ്റി ഒന്നാമത്തത് എന്താണ്? ലൂക്ക 1:46. എന്താണ് ലൂക്ക 1:44 പറയണത്? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതാ പ്രശ്നം. ആദ്യമായിട്ട് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ചെയ്യേണ്ടത് എന്താണ്? കർത്താവിനെ മഹത്വപ്പെടുത്താമെന്ന് തീരുമാനിക്കുക. മനസ്സിലായില്ലേ? മഹത്വത്തിന് സമയം വരുമ്പോൾ ഓടിക്കളയരുത്. എങ്ങനെ ഓടിയാലും തിരിച്ചു വരേണ്ടി വരും. അതാണ് കാര്യം. ദൈവത്തിനല്ലേ പറ്റിച്ചിരിക്കണേ. അപ്പോൾ ആദ്യമേ തന്നെ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറയുക. മരിയൻ ഉടമ്പടി ഫയറാകണത് അങ്ങനെയാണ്. മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പറയുക, ഈശോ ഞാൻ എത്രയും വേഗം സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളാം. എവിടെയെല്ലാം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അതായത്
സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ ആത്മാവിനാൽ വഴി നടത്തുന്നതിന് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പം സിന്ധുമോൾ ജോർജിൻ്റെ സാക്ഷ്യമാണ്. നേഴ്സാണ്, ഹെഡ് നേഴ്സാണ്, സീനിയർ നേഴ്സാണ്. അപ്പം സിന്ധുമോൾ ജോർജിൻ്റെ സാക്ഷ്യം എന്ന് പറയണത്, അവർ ഇത്തിരി സീനിയർ ആയതിന് അവർക്ക് വിദേശ ജോലി കിട്ടണില്ല. അതിൻ്റെ സാക്ഷ്യങ്ങൾ. പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനവരെന്നാ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഓൾഡ് ഏജ് ഹോംസ് എല്ലാം സന്ദർശിക്കുമ്പോൾ അവർക്ക് അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുകയും അവരെ കുളിപ്പിക്കേണ്ടവരെ കുളിപ്പിക്കുകയും അവരുടെ വസ്ത്രം കഴുകി കൊടുക്കുകയും ഒക്കെ. ഇപ്പോൾ ഈ ഉടമ്പടി വന്നതോടുകൂടി ലോകം മുഴുവനും മാറുകയാണ് ശരിക്കും. സത്യസന്ധമായിട്ട് ഉടമ്പടി എടുത്തവർ. അതുകൊണ്ടാണ് ഈ ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പരീക്ഷക്കാർ വരുമ്പോൾ ഞാൻ ചോദിക്കും, ആരാണ് ഉടമ്പടി എടുത്തത്? അമ്മയാണെന്ന് പറയും. ഞാൻ പറഞ്ഞു, അമ്മ ചെയ്തിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം. അപ്പം നിങ്ങൾ വിചാരിക്കണ സംഭവമല്ല ഉടമ്പടി. കാര്യം നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഉടമ്പടിയാണ്. അതാണ് ദൈവം ഹോണർ ചെയ്തിരിക്കുന്നത്. ചുമ്മാ ഉടമ്പടി സത്യസന്ധമായിട്ട് എടുത്ത് ആദ്യം തന്നെ മരിയൻ കൃപയിലേക്ക് വന്നില്ലേ? ഇപ്പം മരിയൻ കൃപയുടെ എന്തുകൊണ്ടാണ് ഉടമ്പടി ഫയർ ആകുന്ന രണ്ടാമത്തെ പൊസിഷൻ എന്താണ്? എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. അപ്പോൾ ആനന്ദം എന്ന് പറയണത് ജോലി കിട്ടുന്നതിലല്ല ഇരിക്കണത്, IELTS പാസ്സാകുന്നതിലല്ല ഇരിക്കണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ആനന്ദം ഇരിക്കണം. ഉടമ്പടിയുടെ ആനന്ദം, ആത്മാവിൻ്റെ ആനന്ദം ഇരിക്കണത് IELTS പാസ്സാകുന്നതിലും ജോലി കിട്ടുന്നതിലും വസ്തു വിൽക്കുന്നതിനുമല്ല. അതിന് സന്തോഷമാണ്. ആനന്ദം എന്ന് പറയുന്നത് ആത്മീയമാണ്. അതിൻ്റെ തന്നെ രക്ഷകനായ ദൈവത്തിലാണ്. അതായത് കർത്താവിന് വേണ്ടി ജോലി ചെയ്യാൻ ഒരു അവസരം കിട്ടിയതിൽ സന്തോഷിക്കും. കർത്താവിന് വേണ്ടി ജോലി ചെയ്യാനുള്ള അവസരമെന്ന് പറയണത് ജോലി ചെയ്യാൻ വേണ്ടി മാത്രമുള്ള അവസരമല്ല, ക്ലേശങ്ങൾ ഏറ്റെടുക്കാനുള്ള അവസരം കൂടിയാണ്. അതാണ് സന്തോഷത്തിൻ്റെ, ആധ്യാത്മിക സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. നടപടി 5:41. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന.